നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് സ്ത്രീകൾക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു റോഡിലൂടെ എങ്ങനെ ഒരു കാർ ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. വണ്ടി ഓടിച്ച് തന്നെ കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേണം ഒരു റോഡിലൂടെ ഓടിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാരണത്താൽ പലരും ലൈസൻസും വണ്ടി ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെയാണ് നിങ്ങളെങ്കിലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൊടുന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. പലരും ഇതുപോലെ ലൈസൻസും കൈവച്ചിട്ട് വാഹനം വീട്ടിലുണ്ടായിട്ടും ഓടിക്കാൻ കഴിയാതെ പേടിച്ചിരിക്കുന്ന പലരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന ആദ്യം മുതൽ എടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് വേണം നമ്മളൊരു വാഹനം എന്ത് ചെയ്യാൻ എടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ എല്ലായിടത്തുനിന്നും ഒരു വാഹനം എന്ത് ചെയ്യാം നമ്മൾ എടുക്കുന്ന വരെ കൃത്യമായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഞാൻ ആ വാഹനത്തിൽ കയറി നമ്മുടെ സീറ്റ് ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അതുപോലെ തന്നെ ക്ലച്ച് ഔട്ട് ന്യൂട്രലാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ മിററുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ക്ലച്ച് ഔട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി സീറ്റ് ബെൽറ്റ് ഞാൻ ഇടുകയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് സൈഡിലേക്ക് നോക്കണം വാഹനം ഉണ്ടോ ഇല്ലെന്ന് നോക്കി, എന്നിട്ട് വേണം ബ്രേക്ക് എന്നൊക്കെ മാറ്റി ക്ലച്ച് നിന്ന് കാലെടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ എപ്പോഴും ഒരു വാഹനം റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ റൈറ്റോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ മിററിൽ നോക്കി വേണം എന്ത് ചെയ്യാൻ നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടി. അല്ല നമ്മുടെ വാഹനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത്, നിങ്ങളൊരു വാഹനം പെട്ടെന്ന് എടുക്കരുത്. കാരണം സ്ത്രീകൾക്ക് എന്ത് ചെയ്തില്ല, പ്രത്യേകിച്ച് മനസ്സിലാകത്തില്ല വണ്ടിയുടെ വീൽ എങ്ങോട്ട് ഒടിഞ്ഞു കിടക്കുകയാണോ നേരെയാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മിററിൽ നോക്കിയിട്ട് വേണം എടുക്കുക. കാരണം നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുത്താൽ എന്ത് സംഭവിക്കും, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി തട്ടും. കാരണം നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് ഇത് തന്നെയാണ്, ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ വാഹനം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മളിപ്പോ എടുക്കുകയാണെങ്കിലും സ്വല്പം റൈറ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രശ്നം വരുന്നില്ല. കാരണം നമുക്ക് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വണ്ടി എടുക്കുന്നു. വേണ്ട, ഇപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കി ഞാൻ വണ്ടി എടുത്തു. അപ്പൊ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടുന്ന് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പേ അവിടുത്തെ കാര്യങ്ങൾ ചിന്തിക്കരുത്. ഇതാണ് പലർക്കും പറ്റുന്ന അബദ്ധം. കാരണം വീട്ടിൽ ഇരിക്കുമ്പോഴേ എന്ത് ചെയ്യും, ആ ജംഗ്ഷനിൽ അവിടെ എന്ത് ചെയ്യണം, അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു വണ്ടി വന്ന് എന്ത് ചെയ്യും, അവിടെ വരുമ്പോൾ എത്ര തിരിക്കണം, അവിടെ വരുമ്പോൾ ഏത് ഗിയറിൽ പോകണം, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത് നമുക്കൊരു വണ്ടിയെ കയറി ഇരുന്ന് എടുക്കാൻ കഴിയാത്തത്. കാരണം നമ്മളൊരു വാഹനത്തിൽ കയറി ഇരുന്ന് നമ്മൾ ചെയ്യേണ്ടത് എടുക്കുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിർത്താനുള്ള സാധനമുണ്ട്, അതുപോലെ തന്നെ തിരിക്കാനുള്ള സാധനമുണ്ട്, സ്പീഡ് കൂട്ടാനുള്ള സാധനമുണ്ട്, സ്പീഡ് കുറയ്ക്കാനുള്ള സാധനമുണ്ട്. ഇത് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പേടികളും വെപ്രാളങ്ങളും ജംഗ്ഷനുകൾ കാണുകയും വാഹനങ്ങൾ കൂടുതൽ വരുമ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് പലരും കോൺഫിഡൻസ് കുറവ് കാരണം വാഹനം എടുക്കാത്തത്. അപ്പൊ നമ്മൾ വാഹനത്തിൽ കയറി നമ്മുടെ കാര്യങ്ങൾ ഇന്നതേലാണ്, എന്റെ കൈ എന്നാലേ ഇന്നത് സംഭവിക്കത്തുള്ളൂ, എന്റെ കാലും കൊണ്ട് ഇന്നത് ചെന്നാലേ ഇന്നത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. കാരണം നമ്മളല്ലാതെ ഇത് സ്റ്റിയറിംഗ് ആണ്, അതുപോലെ തന്നെ ക്ലച്ച് ആണ്, ബ്രേക്ക് ആണ്, ആക്സിലറേറ്റർ ആണ്, ഗിയർ ആണ് മാത്രമേ അറിഞ്ഞിരുന്നോണ്ട ഒരു കാര്യം ഇല്ല. നമ്മളെ സ്റ്റിയറിംഗ് എന്തിനൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗിയർ നമ്മൾ എന്തിനൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ബ്രേക്ക് നമ്മൾ എന്തിനൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ക്ലച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, ആക്സിലറേറ്റർ എന്തിനൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇന്നതിലാണ് ഒരു വണ്ടി സ്ലോ ചെയ്യേണ്ടത്, ഇന്നതിലാണ് ഒരു വണ്ടിയുടെ സ്പീഡ് കൂട്ടുന്നത്, ഇന്നതിലാണ് ഒരു വണ്ടി തിരിക്കുന്നത്, ഇന്നതിലാണ് ഒരു ഗിയർ മാറി. അപ്പൊ ഇന്നതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ റോഡിലാണ് നമുക്ക് വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ ഈ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇന്നത് എന്റെ കാല് ഇന്നടത്തോട്ട് ചെന്നാൽ ഇന്നത് തന്നെ സംഭവം. കാരണം നമുക്കൊരു വാഹനം വരുന്നു സ്പീഡിൽ പോകുന്ന സമയത്താണ്, അപ്പൊ നമുക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പില്ല. നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് സ്ലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ വെപ്രാളമോ ധൃതിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിൽക്കത്തില്ല. നമ്മളവിടെ വെപ്രാളം പിടിച്ചുകൊണ്ട് നമ്മുടെ വാഹനം നമുക്ക് അവിടെ നിർത്താൻ കഴിയത്തില്ല. നമുക്ക് എന്ത് തന്നെ വേണം, നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്, നമ്മുടെ കൈയും കാലും തന്നെ കൃത്യമായിട്ട് അവിടെ ചെല്ലണം. അപ്പൊ നമ്മള് എന്താണ്, അപ്പൊ ഒരു വണ്ടി സ്ലോ ചെയ്യണമെങ്കിൽ കൈയാണോ കാലാണോ പ്രവർത്തിക്കേണ്ടത്, കാൽ എവിടെയൊക്കെയാണ് കൊണ്ട് വെക്കേണ്ടത്, ഈ ഒരു കൃത്യമായ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം, നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം അതിന് വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ പെട്ടെന്ന് നമ്മുടെ കാലുകൾ എന്ത് ചെയ്യത്തുള്ളൂ, വേഗത്തിൽ പോകത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചെറിയ റോഡാണ്, അപ്പൊ അതുകൊണ്ട് വാഹനങ്ങൾ കൂടുതലുണ്ട്. അപ്പം ഒരു ഇതുപോലെ ജംഗ്ഷനിലോട്ടൊക്കെ ചെന്ന് കയറുന്ന സമയത്ത് ഭയങ്കര തിരക്കുകളാണ് അവിടെ. അപ്പൊ ഇങ്ങനെ ചെറിയ റോഡിലൂടെ വരുമ്പോൾ തന്നെ വാഹനങ്ങൾ ഒരുപാട്, അതുപോലെ തന്നെ ഇതുപോലെ ഫ്രണ്ടിലെല്ലാം കുഴികൾ കട്ടറുകൾ. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഏത് കീറി പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ നമുക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നങ്ങൾ. അപ്പം ഏത് ഗിയറിൽ പോകണം, കാരണം നമുക്ക് അവിടെ ഒരു ഗിയർ എന്ന് പറഞ്ഞ സംഭവങ്ങളില്ല, ഒരിടത്ത് നമുക്കൊരു ഗിയർ ഇല്ല. കാരണം ഞാൻ ഒരിടത്തോടെ ഇപ്പൊ തേർഡ് ഗിയറിൽ പോകുന്നു, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ അതുവഴി തന്നെ വരുമ്പോൾ ആ പൊസിഷൻ തന്നെ വരുമ്പോൾ എനിക്കൊരു തേർഡ് ഗിയർ തന്നെ പോകണമെന്നില്ല. കാരണം
ആ സമയത്ത് ഒരാളുണ്ടാകാം അവിടെ, ചിലപ്പോൾ ഒരു വാഹനം വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് ഒരിടത്തും ഒരു ഗിയറുകളില്ല. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഇന്ന ഗിയർ ഇന്നിടത്തുനിന്ന് വേണ്ടിയിരിക്കും. നമുക്ക് അന്നേരത്തെ സന്ദർഭവും സാഹചര്യം എന്താണോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഗിയറുകൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോ അത് ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇതുപോലെ ഒരു ചെറിയ റോഡിൽ നിന്ന് ഒരു മെയിൻ റോഡ്, ചെറിയൊരു കുത്ത് കയറ്റത്തോട് കൂടിയ ഒരു മെയിൻ റോഡാണ്. അപ്പൊ അവിടോട്ട് നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് കയറേണ്ടത്? ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ജംഗ്ഷനുകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് പലർക്കും എന്ത് ചെയ്യുന്നത്, ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾ അവിടുന്ന് വരുമ്പോഴേ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ധൃതിയും വെപ്രാളം വെച്ച് ഓടി വരണമെന്നൊന്നുമില്ല. നിങ്ങൾ സ്വല്പം മുൻപിലാക്കി ആക്കി വാഹനം സൈഡ് ചേർന്ന് നിർത്തുക. നിർത്തിയിട്ട് നമ്മൾ എടുക്കുന്ന ഗിയർ ഏതാ, ഫസ്റ്റ് ഗിയർ ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഗിയർ തന്നെയാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തി, വാഹനം ഇല്ല എന്ന് കണ്ടെന്ത് ചെയ്യുക, പതിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്കിന് മറ്റേ ക്ലച്ച് പതിയെ എടുക്കുക. പതിയെ എടുത്ത് നമുക്കിപ്പോ റൈറ്റിലോട്ടാണ് എനിക്ക് പോകേണ്ടത്. എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സൈഡ് തന്നെ പലരും എന്ത് ചെയ്യും, ഈ റൈറ്റ് സൈഡിൽ ചെന്ന് ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് വരുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് ഇറങ്ങേണ്ട വണ്ടികളുടെ സൈഡാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ റോഡ് തീരുന്ന നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ രണ്ട് സൈഡിലും ഷോൾഡർ ചരിച്ച് കാണത്തക്ക പോലെ, നമ്മൾ ഒരു കാരണവശാലും സീറ്റ് എന്തെങ്കിലും നോക്കരുത്. അങ്ങോട്ട് അത് കണ്ട, എനിക്കിപ്പോ അവിടെ കാണത്തക്ക പോലെ ഞാൻ നിർത്തണം, എന്നാലായിരിക്കും വണ്ടിയുടെ ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് ആകുന്നുണ്ട്. എനിക്ക് അവിടെ കണ്ടു, അപ്പൊ വണ്ടിയുടെ ഫ്രണ്ട് കറക്റ്റ് ഇന്ന് പറഞ്ഞിട്ട് ഇവിടെ ആണെന്നില്ല, ഇവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് കാണണം. കണ്ടോ, എനിക്ക് അവിടെ കറക്റ്റ് ആയിട്ട് കാണുമ്പോഴായിരിക്കും ഈ റോഡിന്റെ എൻഡ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പോകേണ്ടത് നമുക്ക് റൈറ്റോട്ടാണ് ആക്കി കൊടുക്കുക. ഇത് കണ്ടോ, അല്ല നമ്മള് ഓപ്പോസിറ്റ്, കാരണം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന വണ്ടികളെ നോക്കി ഇരുന്ന് എന്ത് സംഭവിക്കും, നമുക്ക് വണ്ടി എടുക്കാനും കഴിച്ചിട്ട് ഇവിടുന്ന് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടുന്ന് വണ്ടികൾ കഴിയുമ്പോൾ നമ്മളെ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടുന്ന് വണ്ടികൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പേടികൾ തോന്നും. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് രണ്ട് സൈഡിൽ ഷോൾഡർ ചരിച്ച് കാണത്തക്ക പോലെ നിർത്തിയിട്ട് എന്ത്, രണ്ട് സൈഡിൽ വണ്ടി ഇല്ലെങ്കിൽ പോകേണ്ടടുത്തോടെ നോക്കി പതിയെ അങ്ങ് എടുക്കുക. ഗിയർ അവിടെ പെട്ടെന്ന് നമ്മൾ ഇട്ടു കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ പതിയെ തന്നെ നമ്മുടെ സൈഡ്, കാരണം പലർക്കും തോന്നുന്നു ഞാൻ പതിയെ പോയി കഴിഞ്ഞാൽ അവർ വല്ലതും പറയോ, കാരണം ഇങ്ങനെ പതിയെ പോകുന്നതാണ് അവരെന്നെ ചീത്ത വിളിക്കുവോ എന്നൊക്കെ പലർക്കും താണ. ഞാൻ ഇങ്ങനെ ഈ ഒരു ഗിയർ തന്നെ ഇങ്ങനെ എനിക്ക് റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഓടിച്ചു കഴിയുമ്പോൾ എല്ലാവരും എന്തെങ്കിലും പറയും, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ സംശയങ്ങളാണ്. ഒരിക്കലും ആരും ഒന്നും പറയുന്നില്ല. നമ്മുടെ സൈഡിൽ തന്നെ ചേർത്ത് എന്ത് ചെയ്യണം, നമ്മൾ പോയാൽ മതി. അപ്പൊ ഫസ്റ്റ് നമുക്ക് പോകുന്നു എടുക്കാൻ വേണ്ടി ഒരു ഗിയറാണ്. ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്ര നേരം ഫസ്റ്റ് തന്നെ ഓടിച്ച ക്ലച്ച് അവിടെ നമ്മൾ സെക്കൻഡ് കൊടുത്ത് വേണമെന്ന് നമ്മൾ കൂടുതൽ റൺ ചെയ്ത് വണ്ടി ഓടിച്ചോട്ട് പോകാൻ, നമുക്ക് എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഗിയർ. ഞാനിപ്പം സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഞാൻ എന്റെ സൈഡ് തന്നെ ചേർത്താണ് പോകുന്നത്. കണ്ടില്ലേ, ഈ സൈഡ് തന്നെ. ഇപ്പൊ ഞാൻ ഈ ഓടിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓടിച്ചാൽ മതി. അപ്പൊ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊന്നും നോക്കാതെ നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് ഇങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓടിക്കാൻ കഴിയും. അല്ല നമ്മൾ ഇവിടുന്ന് നമ്മൾ പോകുന്നുണ്ട് ആ ജംഗ്ഷൻ, അവിടെ ഒരു ജംഗ്ഷനാണ്, ആ ജംഗ്ഷനിൽ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും, അവിടെ എത്ര തിരിക്കണം, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, വണ്ടി എടുത്തുകൊണ്ട് പോകാനൊരു പേടികൾ കൂടുതലുണ്ടാകും. നമ്മളിപ്പം നമുക്ക് മുൻപിൽ നമുക്ക് കാണാം, ഒരു 50 മീറ്റർ നമുക്ക് കാണാം, അത് മാത്രം അവിടെ എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അവിടെ എന്ത് കറക്റ്റായിട്ട് ചെയ്തു കൊടുത്താൽ അവിടെ 50 മീറ്റർ വരെ വണ്ടി ചെല്ലും. ഇത് മാത്രം നോക്കാം. എന്നാലും നമ്മൾ ആ 50 മീറ്റർ അവിടെ ചെന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത 50 മീറ്ററിലോട്ട് നമുക്ക് കാണാനും പറ്റത്തുള്ളൂ, അവിടെയും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആ 300 മീറ്ററിന് അപ്പുറത്ത് എന്താണെന്ന് ആലോചിക്കുന്നുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്തത്. അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ മുന്നോട്ട് തന്നെ നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെയാണ് പോകുന്നത്. അപ്പൊ അവിടെ ആ ജംഗ്ഷനിൽ വരുന്ന സമയത്ത് റൈറ്റിലോട്ടാണ് മെയിൻ റോഡ് കിടക്കുന്നത്, സ്ട്രെയിറ്റ് റോഡുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റും എല്ലാം റോഡുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞു എല്ലാം റോഡ് കിടക്കുന്ന ഒരു ജംഗ്ഷനാണ് ഇത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോ എനിക്കിപ്പോ റൈറ്റിലോട്ടാണ് പോകേണ്ടത്, ഇത് മെയിൻ റോഡായിട്ട് കിടക്കുന്നത് റൈറ്റിലോട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് തന്നെ എന്ത് ചെയ്യുക, പോവുക. അല്ല നമ്മളിങ്ങനെ റൈറ്റിലേക്ക് നോക്കിക്കൊണ്ട് പോകുന്നതാണ് ഓപ്പോസിറ്റ് നമ്മുടെ ഒരു വണ്ടി കാണുന്നത്. കാരണം നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ഒരു വണ്ടി കാണണമെങ്കിൽ, കണ്ട എനിക്ക് അതിന്റെ മുഖം കാണണമെങ്കിൽ എന്റെ സൈഡിൽ കൂടെ അല്ല, ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ നമ്മളൊരു വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈഡിൽ കൂടെ വരുന്ന വണ്ടിയല്ല, ഓപ്പോസിറ്റ് സൈഡിലൂടെ പോകുന്നതാണ്. നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ എന്തായിരിക്കും കാണുന്നത്, അതിന്റെ ബാക്ക് സൈഡ് ആയിരിക്കും കാണുന്നത്. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് നൽകിയ ശേഷവും 3-4 പേരുടെ പ്രാക്ടീസിന് പോയ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു പ്രായം ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ലൈസൻസും ഉണ്ട്, വാഹനമുണ്ട്, നമുക്ക് 85 ആയിട്ടുമില്ല. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഒരു വണ്ടിയുടെ നമ്മളെ മുന്നേ കിടക്കുന്ന ഒരു വണ്ടിയുടെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നതെങ്കിൽ
അത് നമ്മുടെ സൈഡിലായിരിക്കും. നമ്മൾ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് സൈഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അത് ഓഫ് സൈഡ് ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ പിന്നെ അങ്ങോട്ട് തന്നെ ഒരു വളവിൽ വരുമ്പോൾ നമ്മൾ റൈറ്റിലോട്ട് തന്നെ നോക്കിയിരിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് സൈഡ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതേ നോക്കിക്കൊണ്ട് നമുക്ക് പേടി തോന്നും. കാരണം നമ്മളെ തട്ടാൻ വരുമെന്ന് തോന്നും. നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാലേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, നമുക്ക് കയറി പോകാനും നമുക്ക് പോകേണ്ട സ്ഥലം നമുക്ക് കാണാനും നമുക്ക് ചെയ്യാനും ഒക്കെ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ആ വണ്ടി കാണുമ്പോൾ നമുക്ക് പേടികളൊക്കെ തോന്നും. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത്. ഇത് കണ്ടില്ല, ഞാൻ ഇപ്പോഴും ഞാൻ ആ ഗിയർ മാറില്ല, സെക്കൻഡ് തന്നെയാണ് പോണത്. ഇത്ര ജംഗ്ഷനുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. വണ്ടികൾ ഒരു അത്യാവശ്യ വാഹനങ്ങൾ ഈ റോഡിൽ ഉണ്ട് താനും. അപ്പൊ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് അടുത്ത ഗിയർ കൊടുക്കുക. അപ്പൊ നമ്മൾ അടുത്ത ഗിയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഏത് ഗിയറിലാണേലും ഒരു 3-4 പേപ്പറിന്റെ കണത്തിൽ കൂടുതൽ ആക്സിലേറ്റർ എന്ത് ചെയ്യരുത്, വെക്കരുത്. ഇപ്പൊ 4ാമത്തെ ഗിയറിൽ എത്ര ആക്സിലേറ്റർ കൊടുക്കണം. ഇപ്പൊ 4ാമത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ എല്ലായിടത്തും പോകണ്ടേ, സ്പീഡ് കൂട്ടി ഓടിക്കണ്ടേ, അല്ലെ വണ്ടി അടിച്ച് ഓഫ് ആയി പോകത്തില്ലേ എന്നുള്ള പേടികളാണ് പലർക്കും. അങ്ങനൊന്നുമില്ല, നമുക്ക് ഏത് ഗിയറിലാണെങ്കിലും ഒരു 3-4 പേപ്പറിന്റെ കനത്തിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ആക്സിലേറ്ററെ കാലിരുന്നാൽ മതി. ഗിയറുകൾ നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ ഗിയറിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഗിയർ മാറരുത്. നമുക്ക് ഗിയർ മാറാൻ വേണ്ടിയിട്ടും എന്തിന്റെ ആവശ്യങ്ങളുണ്ട്, ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഗിയറുകൾ നിങ്ങൾ കൈ തൊടാവൂ. അല്ലാതെ നമ്മൾ ഗിയറിലേക്ക് ആദ്യമേ കൈ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗിയറിലേക്ക് പിടിച്ച് വലിക്കാനും നോക്കുക. അപ്പോഴത്തേനും നമ്മുടെ ക്ലച്ചിൽ കാല് കറക്റ്റ് ആയിട്ടാണോ ചവിട്ടിയിട്ടുണ്ടെന്നുള്ള പലർക്കും എന്ത് ചെയ്യും, ഒരു ധാരണ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു ഗിയർ ഇടണം. ആദ്യമേ ക്ലച്ച് ചവിട്ടി, കണ്ടില്ലേ ഞാൻ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ടാ സെക്കൻഡ് ആക്കി, കണ്ട സെക്കൻഡ് ആക്കിയതിനു ശേഷം പിന്നെ നമ്മൾ അതിനനുസരിച്ച് ക്ലച്ചിന്റെ കാലെടുത്ത് വേണ്ട നമ്മുടെ സൈഡിൽ തന്നെ. അപ്പൊ എന്നിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ കണ്ടില്ല, നമുക്ക് ഈ ഒരു ജംഗ്ഷനാണ്, ഇവിടെ നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമേ മിററിലേക്ക് നോക്കും. നമ്മൾ ഈ സൈഡ് തന്നെ വന്നിട്ട് മിററിലേക്ക് നോക്കി വണ്ടി ഇല്ലാണ്ട് ചെയ്യണം, നമ്മളിപ്പോ റൈറ്റിലേക്ക് കൊണ്ടിട്ട് ഈ ഒരു സൈഡ് ചേർത്ത് ആദ്യം ഇങ്ങനെ കൊണ്ടുവരിക. കണ്ട ഈ സൈഡ് തന്നെ ചേർത്ത് തന്നെ പിന്നെ പോകണം. പിന്നെ ആ സൈഡിലോട്ട് പോകരുത്, ഈ സൈഡിലോട്ട് തന്നെ ചേർത്ത് തന്നെ വരിക. അപ്പൊ നമുക്ക് ഒരു വാഹനങ്ങളൊക്കെ കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ആദ്യമേ, കാരണം സെക്കൻഡ് ഗിയറിലാണ്, ക്ലച്ച് ആദ്യമേ ചവിട്ടിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ബ്രേക്കോടെ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യുക, വണ്ടി ഇല്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ എടുത്ത് വിടണം. കണ്ടാ ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ എടുത്ത് നമുക്ക് ആ സെക്കൻഡ് ഗിയർ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പോകും. അല്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഓടിക്കൊണ്ട് വരുമ്പോൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പെട്ടെന്ന് ക്ലച്ച് ഓടി ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കരുത്. വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും, അല്ലെങ്കിൽ ആ സ്പീഡ് കൂടി പോകുന്നൊക്കെ പറഞ്ഞ് പലരും എന്ത് ചെയ്യും, ആ ഓടി വരുന്ന വണ്ടിയെ സെക്കൻഡിൽ ഓടി വരുന്ന സെക്കൻഡ് തന്നെ പോകുന്ന വണ്ടി ആയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് വലിച്ച് ഫസ്റ്റ് ഒക്കെ ഇടും. അങ്ങനെ ഇടരുത്. വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ സെക്കൻഡ് ഗിയർ തന്നെ നിങ്ങൾ ഈ ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം ഒരു കോൺഫിഡൻസും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പേടികളുണ്ട്. എന്നാൽ ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം നമ്മളൊന്ന് വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മതി. അത് ഒരു ബാലൻസും കൈകാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും, തേർഡും ഫോർത്തും ഒക്കെ ഇട്ടല്ല. അല്ല നമ്മൾ ആദ്യമേ ഒരു തേർഡ് ഗിയർ ഇട്ട് അല്ലെങ്കിൽ ഫോർത്ത് ഗിയർ ഇട്ട് ഓടിക്കാൻ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മൾ എനിക്ക് തേർഡ് ഗിയർ ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫോർത്ത് ഗിയർ ഇടാൻ പറ്റുന്നില്ല, അപ്പൊ ഞാൻ ആ റോഡിൽ പോയി കഴിഞ്ഞാൽ വല്ലവരും എന്നെ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഉള്ള ധാരണ കൊണ്ടാണ് നമ്മൾ ഓടിക്കാത്തത്. അപ്പൊ നമുക്ക് കൈവഴക്കം കാലുവഴക്കം വരാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ എന്ത് ചെയ്തത്, തേർഡും ഫോർത്തും ഒക്കെ വീഴാത്തത്. അപ്പൊ നമുക്ക് കൈവഴക്കവും കാലുവഴക്കവും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് സെക്കൻഡ് നല്ലൊരു വഴക്കം വന്നാലേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് തേർഡും ഫോർത്തും ഇടാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ തേർഡും ഫോർത്തും ഇട്ടിട്ട് ഒരു വണ്ടി ഓടിക്കാൻ നിന്നാലും നമുക്ക് നമ്മുടെ ഉള്ള കോൺഫിഡൻറ്റോടെ പോയി നമ്മൾ വണ്ടി എന്ത് ചെയ്യും, ഡ്രൈവിംഗ് ഉപേക്ഷിച്ച് പോകത്തേ ഉള്ളൂ പലരും. അങ്ങനെയൊക്കെയാണ് പലരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്ത് നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത് എങ്ങനെ, നമ്മൾ സംസാരിച്ചാണ് സംസാരിക്കാൻ പഠിക്കുന്നത് പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലാണ് ഒരു വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട്. കാരണം ആ ഒരു സ്പീഡിൽ നമ്മുടെ കൈയും കാലും ഒക്കെ ഉണ്ടെന്നില്ല പുറത്ത് വഴങ്ങത്തുള്ളൂ. കാരണം ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് മാത്രമേ ഉള്ളൂ ഇനി 5ാമത്തെ ഗിയറിലും ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ നമ്മുടെ കൈയും കാലും എന്ത് ചെയ്യും, സ്ലോയിലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഗിയറാണ്. അപ്പൊ നമ്മുടെ കൈക്കും കാലിനും ഇച്ചിരി സ്പീഡ് ആകുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുന്നത്. അപ്പൊ അതിനേക്കാൾ ഇച്ചിരി സ്പീഡ് നമുക്ക് കൈക്കും കാലിനും ഇച്ചിരി സ്പീഡ് കിട്ടുമ്പോഴാണ് നമ്മൾ തേർഡും ഫോർത്തും ഒക്കെ ഇടുന്നത്. അല്ല നമുക്ക് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, കൈക്കും കാലിനും വഴക്കം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് തേർഡ് ഗിയറും ഫോർത്തും ഇടാത്തത്. അപ്പൊ നമുക്ക് കൈക്കും കാലിനും വഴക്കം പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ നടക്കാതെ നമുക്ക് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ചെയ്ത് ഫസ്റ്റിലും സെക്കൻഡിലും പറ്റുള്ളൂ മതി. ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ ഇങ്ങനെ ഓടിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റിലും സെക്കൻഡിലും പോയിട്ട് നമ്മൾ ഇങ്ങനെ ശ്വാസം പിടിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഓടിക്കരുത്. എന്ത് ചെയ്യണം, ഫസ്റ്റിലും സെക്കൻഡ് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് ചെന്നു, ഒരു 5 മിനിറ്റ് അങ്ങോട്ട് ഓടിച്ചു, നമുക്കൊരു ഇറിറ്റേഷൻ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സൈഡ് നേരെ തന്നെ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി നമ്മുടെ സൈഡ് ഉള്ളിടത്തോട്ട് ചെയ്യണം, ക്ലച്ച് ചവിട്ടിയാണ് ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ക്ലച്ച് അങ്ങോട്ട് നേരെ വണ്ടിയുടെ നേരെ ആക്കിയിട്ട് ബ്രേക്കോടെ വെച്ച് നിർത്തണം. നിർത്തി ന്യൂട്രൊക്കെ ഒന്നാക്കി ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ടിട്ട് കാലൊക്കെ ഒന്ന് മാറ്റി ശ്വാസമൊക്കെ ഒന്നിട്ട് റിലാക്സ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ബ്രേക്കിലൊക്കെ കാല് വെച്ച് ക്ലച്ചൊക്കെ ചവിട്ടി ഫസ്റ്റ് ഒക്കെ കൊടുത്ത് ഹാൻഡ് ബ്രേക്കൊക്കെ മാറ്റി വാഹനമൊക്കെ ഉണ്ടോ ഇല്ലോ എന്ന് റിലാക്സ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങളൊരു വാഹനം എടുക്കുക. കാരണം ഈ ശ്വാസം പിടിച്ച് ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് ഇവിടെ ഞാനിപ്പോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ, അവിടെ ചെറിയ ജംഗ്ഷൻ വരുമ്പോൾ അന്നേരം പെട്ടെന്ന് എന്തിനാണ് നമ്മുടെ ആദ്യം വെപ്രാളം നമ്മൾ ഇവിടുന്ന് ഞാൻ കൂട്ടുവാണ്. അതുകൊണ്ടാണ് നമുക്കൊരു വണ്ടി എടുക്കാൻ ഒരു ഇതല്ലാത്ത. അപ്പൊ നമ്മൾ ഒരു 5 മിനിറ്റ് ഓടിക്കുക,
സൈഡ് ചേർത്ത് നിർത്തുക, റിലാക്സ് ആകുക, 2 മിനിറ്റ് കഴിക്കുക, വീണ്ടും എടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും ചെയ്ത്. അപ്പം നമ്മളിപ്പോ ഇവിടുന്ന് എടുത്ത് അങ്ങനെ നിർത്തി പോകുമ്പോൾ എന്തായാലും നിർത്താനും പഠിക്കും, എടുക്കാനും പഠിക്കും, നമ്മൾ അവിടെ ചെല്ലേണ്ട സാധനത്തിൽ ചെല്ലുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റിൽ തന്നെ അങ്ങോട്ട് നമ്മുടെ സൈഡിൽ തന്നെ ചേർത്ത് വാഹനമില്ലെന്ന് ഉറപ്പ് വരുത്തുക, നമ്മുടെ കൈ തന്നെയാണ് വണ്ടി അങ്ങോട്ട് പോകുന്നതിന് ഉറപ്പ് വരുത്തുക, എന്ത് ചെയ്യാം, സെക്കൻഡ് കൊടുക്കുക. അല്ല നിങ്ങൾ വെപ്രാളം പിടിച്ച് ധൃതി വെച്ച് പെട്ടെന്ന് സെക്കൻഡ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഗിയറിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കയ്യിൽ നിന്ന് വണ്ടി പോകുന്നതും നമുക്ക് ഗിയർ ഇടാൻ പറ്റാതെ വരുന്നതും. അപ്പൊ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എന്ത് ചെയ്യണം, സൈഡ് തന്നെ ചേർന്ന് പോയി നമുക്ക് കംഫർട്ടബിൾ ആണ്, കയ്യിൽ നിന്ന് വണ്ടി എങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾ ഗിയറുകളൊക്കെ ഇടുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റോഡിൽ കൂടെ ടെൻഷൻ ഇല്ലാതെ എന്ത് ചെയ്യാം, വാഹനം ഓടിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ എന്തൊരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ല ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.